പരകായ പ്രവേശം ഞാനും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. എനിക്ക് 90 വയസ്സായി, ഞാൻ സമാധി അവസ്ഥയിലാണ്, എനിക്ക് ശരീരം ഉപേക്ഷിക്കണം, ഞാൻ പരകായ പ്രവേശം നടത്താൻ പോവുകയാണെന്ന് ബൂർഖി ബാബ അയ്യുമായിട്ട് നീ മറ്റു ഗുഹകളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. നദീതീരത്തേക്ക് പോയപ്പോഴത്തേക്കും സ്വാമി രാമയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് നോക്കി അവിടെ ഇരുന്നു. പരകായ പ്രവേശം ചെയ്തെന്ന് അവകാശപ്പെടുന്നു. അവിടെയും നമുക്ക് 100% വിശ്വാസയോഗ്യത ഇല്ല എന്നും മനസ്സിലാക്കണം. പക്ഷേ സ്വാമി രാമ പിന്നീട് ഈ ബംഗാളി ബാബയുടെ ഗുരു ബാബാജി എന്ന് പറഞ്ഞൊരു ഗുരുവാണ്. അത് മഹാവീർ ബാബാജി ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അപ്പോൾ പറഞ്ഞു, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം, നിനക്ക് പരകായ പ്രവേശം പഠിക്കണമല്ലേടാന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിന്റെ മനസ്സിലൊത്തിരി സംശയമുണ്ട്, ഇത് കളിപ്പീരാണെന്ന് അല്ലേന്ന് ചോദിച്ചു. അതേ സ്വാമി എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ഈ ഗുഹയിൽ വേറെ എവിടെയെങ്കിലും, സ്വാമി രാമയോടും പറഞ്ഞു, നിങ്ങൾ ഈ പല പിടിച്ചു, ഞാനിപ്പോൾ കാണിച്ചു തരാം. 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉരുകി, ശരീരം ഉരുകി. ഇതൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് അനുഭവസ്ഥൻ കൃത്യമായിട്ട്, സ്വാമിരാമയെ പോലെയുള്ള ഒരാൾ, അത് ഹിമാലയൻ യോഗ സെൻറ്റർ എന്ന് പറഞ്ഞ് വലിയ യോഗ സെൻറ്ററും സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന രജനീകാന്ത് സ്വാമിരാമയുടെ ശിഷ്യനാണ്. പിന്നെ രജനീകാന്താണ് സ്വാമിരാമയുടെ ഒരു പുസ്തകത്തിൻ്റെ ഫോർവേഡ് എഴുതിയത്. എനിക്കിടെ 90 വയസ്സായി, ഈ ശരീരം കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇതിനകത്ത് കയറാമെന്ന് പറഞ്ഞു. ഏതായാലും ശിഷ്യയെ നിർബന്ധിച്ച് ശരീരം കൊണ്ടുവന്നു. ഈ പറയുന്ന ബംഗാളി ബാബ നിമിഷ നേരം കൊണ്ട് ഡിസപ്പിയർ ചെയ്യും, ഈ ശവശരീരം എഴുന്നേറ്റ് നിൽക്കുകയും. ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിന്റെ യാത്രയുടെ ഭാഗമായി ബാബാജിയുടെ നാഥ് യോഗിയായിരുന്നു ജീസസ് ക്രൈസ്റ്റ്. എം കൃഷ്ണൻ നായർ അവിടെ ഒരു ഗോസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്ത് കണ്ടു. അദ്ദേഹം എഴുതുന്നുണ്ട്, എഴുതി വച്ചിരിക്കുന്നു. അവരെ രണ്ടാമത് നോക്കിയിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല, അവരവിടുന്ന് ഡിസപ്പിയർ ആയി എന്നുള്ളത്. അതൊരു സ്ത്രീയുടെ ഗോസ്റ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. പണ്ടത്തെ മലയാള രാജ്യം വായിച്ചിട്ടുള്ളവർക്ക് ഈ കാര്യം അറിയാം. എം കൃഷ്ണൻ നായർക്ക് നല്ല വിവരമുള്ള ആളല്ലേ. അതുപോലെ തന്നെ വി ആർ കൃഷ്ണയ്യരുടെ ഡെത്ത് ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, 2005 എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രത്യക്ഷപ്പെട്ടു, പക്ഷെ അദ്ദേഹത്തിന് മുമ്പിലല്ല പ്രത്യക്ഷപ്പെട്ടത്, വേറൊരു സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ വീട്ടിലാണ്, ഡൽഹിയിലെ ജഡ്ജിയുടെ വീട്ടിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആത്മാക്കൾക്ക് അല്ലെ ചൈതന്യബോധത്തിന്, മനുഷ്യസത്തയ്ക്ക് ചിലരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം വൈബ്രേഷണൽ ഡിഫറൻസ്, അങ്ങനെ പല ആത്മീയ കാരണങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ പോകണ്ട, നമ്മുടെ വിഷയം ഇതാണ്. അപ്പോൾ പ്രതികാര ബുദ്ധിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജന്മമെടുക്കാറില്ല. ഇപ്പം ഒരു വളരെ വിസ്തരിച്ച കാര്യങ്ങൾ ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു കേസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പോകുന്നതിന് മുമ്പ് കാണിച്ചിട്ട് അത് തപ്പിയെടുക്കണം. അത് സിലോണിലാണ് നടന്നത്, പണ്ടത്തെ സിലോണിൽ. ഹാരോൾഡ് ശർമ്മൻ നടത്തിയ ഗവേഷണത്തിലാണ് കണ്ടുപിടിച്ചത്. ഒരാളെ വെടിവെച്ച് കൊന്നു. ആ വെടിവെച്ച് കൊന്നയാൾ പ്രതികാരം ചെയ്യാനായിട്ട് പോകും. ഓക്കെ, ഞാൻ അങ്ങയുടെ പുസ്തകത്തിൽ നിന്നൊരു ഒരു പേജ് വായിച്ചോട്ടെ. മൈസൂർ ദേശത്തിലെ ഒരു നാട്ടുരാജാവായ അമരുക രാജാവ് തീപ്പെട്ടു പോയിരുന്നു. അന്നേ ദിവസം ശങ്കരാചാര്യരും ശിഷ്യരും ആ രാജ്യത്തെ വനാന്തരങ്ങളിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. കാമവിദ്യകളെക്കുറിച്ചുള്ള ജ്ഞാനസിദ്ധിക്ക് വേണ്ടി ശങ്കരാചാര്യർ ഈ രാജാവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു. വനത്തിലെ ഗുഹയിൽ വെച്ച് ശങ്കരാചാര്യർ ഇപ്രകാരം ശിഷ്യരോടായി പറഞ്ഞു: കേൾക്കുക ശിഷ്യരെ, എൻ്റെ യോഗവിദ്യകൾ കൊണ്ട് മരിച്ചു കിടക്കുന്ന അമരുക രാജാവിൻ്റെ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. തത്സമയം എൻ്റെ ശരീരം ചേതനയേറ്റു പോകും. എൻ്റെ ശരീരം വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ഈ ഗുഹയിൽ കാത്തു സൂക്ഷിക്കുക. 1 മാസം കഴിയുമ്പോൾ ഞാൻ തിരികെ എത്തും. അതിനുശേഷം ശങ്കരാചാര്യർ സ്വശരീരം ഉപേക്ഷിച്ച് അമരുക രാജാവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു. ചേതന തിരിച്ചു കിട്ടിയ രാജാവ് കണ്ണുകൾ തുറക്കുകയും എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. തൽഫലമായി രാജഭക്തിയുമായി സംഭോഗത്തിലൂടെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള അറിവുകളും ബ്രഹ്മചാരിയായിരുന്ന ശങ്കരാചാര്യർക്ക് ലഭിച്ചു അത്രേ. ഉദയഭാരതി എന്ന സ്ത്രീയുമായുള്ള സംവാദ വിജയത്തിന് വേണ്ടിയായിരുന്നു മഹാസന്യാസിയായ ശങ്കരാചാര്യർ പരകായ പ്രവേശം നടത്തിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സംവാദ വിജയത്തിൽ നിന്നും സർവജ്ഞാനപീഠം എന്ന അത്യപൂർവ ബഹുമതിക്ക് ശങ്കരാചാര്യർ അർഹനാവുകയും ചെയ്തു എന്നതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരകായ പ്രവേശം ഞാനും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. ഈ ശങ്കരാചാര്യരുടെ ഈ കഥ വളരെ ഫേമസ് ആണ്. അതെ, ശങ്കരാചാര്യ ചരിത്രം വായിക്കുന്ന ആർക്കും കിട്ടുന്ന ഇത്. ഞാൻ ശങ്കരാചാര്യരുടെ ചരിത്രം ഞാൻ അതിനകത്ത് റെഫറൻസ് കൊടുത്ത് കാണും, അത് ഞാൻ എഴുതുക വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വായിച്ചു വെച്ചു. മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ലൈബ്രറിയിൽ സ്വാമി രാമ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, ലിവിങ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റേഴ്സ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ വായിച്ചിട്ട് ഞാൻ മടക്കി വെച്ചു. കാരണം അന്നെൻ്റെ എഴുത്തിത്രവും ഗവേഷണ ഇത്രവും മുന്നോട്ട് പോയിട്ടില്ല.
അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സ്വാമി രാമ എന്ന് പറയുന്ന മഹായോഗി പുണ്യപുരുഷൻ ഇന്ത്യയിലെ എല്ലാ ആശ്രമങ്ങളും സന്ദർശിച്ചിട്ടുള്ള പുണ്യപുരുഷനാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി രാമയുടെ ഗുരു ബംഗാളി ബാബ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, യോഗ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയായിരുന്നു. 13 വയസ്സ് തൊട്ട് ഉള്ള യാത്രയാണ് ഹിമാലയൻ, ലിവിങ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റേഴ്സ്. അതിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൽ ഈ പറയുന്ന പരകായ പ്രവേശം 10-15 മിനിറ്റ് കൊണ്ട് എങ്ങനെ നടത്താമെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിലുണ്ട്, വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ സമയം ആത്മാവും പുനർജന്മവും ആധുനിക ശാസ്ത്ര അത് നോക്കി സ്വാമി രാമ എന്നും പറഞ്ഞൊരു ഹെഡിങ് ഉണ്ടാവും. അതിൽ സിനിഗുരു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്, അതിനു മുമ്പായിട്ട് ആസാം റൈഫിൾസിലെ വെച്ച് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പരാമർശിക്കട്ടെ. ആസാം റൈഫിൾസിലെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു. ആ സായിപ്പിന് ചില യോഗവിദ്യകൾ അറിയായിരുന്നു. ആ സായിപ്പിന് വലിയ വിശ്വാസവുമായിരുന്നു യോഗികളുടെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ബംഗാളി ബാബയുടെ വലിയ ആരാധകനുമായിരുന്നു. ബംഗാളി ബാബ എന്നുള്ളതെല്ലാം ഈ ഹിമാലയൻ ഗുരുക്കന്മാരെക്കുറിച്ച് പറയുന്നത്. മഹാഗുരുവായിരുന്നു, സ്വാമിരാമയുടെ ഗുരുവാണ്. സ്വാമിരാമയെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം നീ ആസാം റൈഫിൾസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ശിഷ്യന്മാരാണ്. അവിടെ പോയപ്പോഴത്തേക്കും അങ്ങ് അകലെ കുന്നുകളിൽ നിന്ന് വേറൊരു യോഗി വന്നു. ഞാൻ പേര് വിട്ടുപോയി, അത് വായിച്ചാൽ മതി. ആ യോഗി വന്നിട്ട് സംസാരിക്കുകയാണ്, എനിക്ക് 90 വയസ്സായി, ഞാൻ സമാധി അവസ്ഥയിലാണ്, എനിക്ക് ഈ ശരീരം ഉപേക്ഷിക്കണം, ഞാൻ പരകായ പ്രവേശനം നടത്താൻ പോവുകയാണെന്ന് ഈ സ്വാമിരാമയ്ക്ക് അന്ന് 13-14 വയസ്സേ ഉള്ളൂ പറയുകയാണ്. സ്വാമിരാമ അന്തപ്പെട്ടു, ഇപ്പോൾ വേറൊരാളുടെ ശരീരത്തിൽ കയറുക, പരകായ പ്രവേശനം ഇതെങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ സംഭാഷണം അവിടെ വെച്ച് നിർത്തി. അപ്പോൾ ഈ സായിപ്പ് വളരെ ഉദ്വേഗതയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുക ഈ കാര്യം, ആകാംക്ഷയോടുകൂടി. എന്നിട്ട് ബംഗാളി ബാബ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ബുഖ്രി ബാബ എന്നോ മറ്റേ ഇങ്ങരുടെ പേര്, ഈ മലനിരകളിൽ നിന്ന് ഇറങ്ങി ബൂർഖി ബാബ അയ്യുമായിട്ട് നീ മറ്റു ഗുഹകളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ഒരു ഗുഹയിൽ നിന്ന് വേറൊരു ഗുഹയിലേക്ക് പോകും. അതാണ് ഹിമാലയത്തിലെ ഒരു ഏർപ്പാട്. അപ്പോൾ ബൂർഖി ബാബയുടെ കൂടെ അപ്പോൾ ബൂർഖി ബാബയുടെ കൂടെ പോയപ്പോഴത്തേക്കും രാത്രി ചില പ്രശ്നങ്ങളുണ്ടായി. ഒരു ആന വന്ന് അവരുടെ ഗുഹാമുഖം തടസ്സപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സ്വാമിരാമയും ബൂർഖി ബാബയും കൂടെ തിരിച്ച് നദീതീരത്തേക്ക് പോവുകയാണ്. നദീതീരത്തേക്ക് പോയപ്പോഴത്തേക്കും സ്വാമിരാമയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് നോക്കി അവിടെ ഇരുന്നു. ആ സമയം കൊണ്ട് ഈ ബൂർഖി ബാബ ഉണ്ടയിട്ട് അവിടുന്ന് സ്ഥലം വിട്ടിട്ട് ബൂർഖി ബാബയെ പിന്നെ കാണുന്നില്ല. ഇതെന്തൊരു ചതിയാണ് ഈ ബൂർഖി ബാബ ചെയ്തതെന്ന് പറഞ്ഞ് തിരിച്ച് ആസാം റൈഫിൾസിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് പോയി. ഇത് ഈ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ. ഇതൊരു പുസ്തകമല്ല, ഇതിനു വേണ്ടി ഞാൻ വേറെ അഡീഷണൽ 4 പുസ്തകം വരുത്തി സ്വാമിരാമയുടെ ഒതന്റിസിറ്റിയെ കുറിച്ച് അറിയാൻ വേണ്ടി. അമേരിക്കയിൽ നിന്ന് ഒരു പുസ്തകം, അമേരിക്കക്കാരൻ എഴുതിയ പുസ്തകം വരും. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്യത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഒരു ചെറുപ്പക്കാരൻ യോഗി ഇരിക്കുന്നു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ യോഗി സായിപ്പുമായിട്ട് സംസാരിക്കുക. കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇയാളുടെ സംസാരം എനിക്ക് നല്ല പരിചയമുള്ള പോലെയുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മാറിയപ്പോഴത്തേക്കും സായിപ്പ് ചോദിച്ചു, നീ അറിഞ്ഞോ ബൂർഖി ബാബ ശരീരം വിട്ട് ശരീരത്തിൽ കയറിയെന്ന്? ആരുടെ? ഇപ്പം വന്നിരിക്കുന്നത് ബൂർഖി ബാബയാണെന്ന് പറഞ്ഞു. സ്വാമിരാമ അന്തം വിട്ടു. അപ്പോൾ അയാളോട് ചോദിക്കണം തന്നെ തീരുമാനിച്ചു. എൻ്റെ ബൂർഖി, ഞാനൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനിരുന്ന സമയത്ത് നിങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടല്ലോ. അതങ്ങനെയാ മോനെ, നിനക്കതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള പ്രായമായില്ല. ഞാൻ അവിടുന്ന് നേരെ ചെന്ന് നദിക്കരയിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. അവൻ്റെ ശരീരത്തിലോട്ട് ഞാൻ കയറി പാമ്പ് വിഷമൊക്കെ അങ്ങ് ഇറക്കി. ഞാൻ തന്നെയാണ് നിൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് മനസ്സിലാക്കിയോ, 90 വയസ്സായ ഒരു മനുഷ്യൻ പരകായ പ്രവേശം ചെയ്തെന്ന് അവകാശപ്പെടുന്നു. അവിടെയും നമുക്ക് 100% വിശ്വാസയോഗ്യത ഇല്ല എന്നും മനസ്സിലാക്കണം. പക്ഷേ സ്വാമിരാമ പിന്നീട് ഈ ദിനിഗുരു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയും ഈ ബംഗാളി ബാബയുടെ ഗുരു ബാബാജി എന്ന് പറഞ്ഞൊരു ഗുരുവാണ്. അത് മഹാവീർ ബാബാജി ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. വലിയൊരു മഹാഗുരുവാണ്. അവിടെ ഒരു ഗുഹയിൽ താമസിക്കുകയാണ്. ഒരു ബുദ്ധ സന്യാസിയുണ്ട് അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം, നിനക്ക് പരകായ പ്രവേശം പഠിക്കണമല്ലേടാന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിൻ്റെ മനസ്സിലൊത്തിരി സംശയമുണ്ട്, ഇത് കളിപ്പീരാണെന്ന് അല്ലേന്ന് ചോദിച്ചു. അതേ സ്വാമിൻ എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ഈ ഗുഹയിൽ വേറെ എവിടെയെങ്കിലും വല്ല പഴുതുകളോ ഒളിച്ചിരിക്കാവുന്ന സ്ഥലങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് പോയി തിരക്കേച്ച് വരാൻ പറഞ്ഞു.
ഇല്ല ഒന്നുമില്ല, സാറ്റിസ്ഫൈഡ് ആണല്ലോ, ശരി ഇരിക്കുന്നോളാൻ പറഞ്ഞു. എന്നിട്ടൊരു പലക കൊടുക്കുകയാണ്. ഈ പലകയിൽ എന്നോട് ഈ ശിഷ്യനോടും സ്വാമിരാമയോടും പറഞ്ഞു, നിങ്ങൾ ഈ പലക പിടിച്ചു, ഞാനിപ്പോൾ കാണിച്ചു തരാം. നിന്ന നുപ്പിൽ ഈ മഹാഗുരു ഡിസപ്പിയർ ചെയ്യുകയാണ്. 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉരുകി, ശരീരം ഉരുകി. ഇതൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് അനുഭവസ്ഥൻ കൃത്യമായിട്ട്, സ്വാമിരാമയെ പോലെയുള്ള ഒരാൾ, അത് ഹിമാലയൻ യോഗ സെൻറ്റർ എന്ന് പറഞ്ഞ് വലിയ യോഗ സെൻറ്ററും സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ഉപകാരപ്രദമായ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളത് പറയണോ? 2 മിനിറ്റ് കൊണ്ട് ഈ ശരീരം ഉരുകി ഡിസപ്പിയർ ആകുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അന്നമയ കോശം ഉപയോഗിച്ച് ഏതിലേക്ക് പോകും? പ്രാണമയ കോശത്തിലേക്ക് മാറുകയാണ്. പെട്ടെന്ന് ഇതിനൊരു 10-20 കിലോ വെയിറ്റ് ഈ താലത്തിന് തോന്നുകയാണ് സ്വാമിരാമയ്ക്ക്. അപ്പം അശരീരിയായിട്ട് പറയുന്നുണ്ട്, ഈ വെയിറ്റും ഞാൻ മാറ്റിത്തരാമെന്ന് പറയും. ഒന്ന് ആലോചിച്ചോണ്ട് യോഗികളുടെ കഴിവ്. ആ വെയിറ്റും ഇല്ലാതെ എംറ്റി പലക പിടിച്ചുകൊണ്ട് ഒരു 2-3 മിനിറ്റ്, നിനക്കിപ്പം മനസ്സിലായോ എന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം മനസ്സിലാക്കിക്കോണം, ഈ മഹാഗുരുവായ ബാബാജിയാണ്. ഇത് ഈ രജനീകാന്ത് സ്വാമിരാമയുടെ ശിഷ്യനാണ്. പിന്നെ രജനീകാന്താണ് സ്വാമിരാമയുടെ ഒരു പുസ്തകത്തിൻ്റെ ഫോർവേഡ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു. ശരി, ഇനി ഞാൻ തിരിച്ചു വരാൻ പോവാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ താലത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതേ വെയിറ്റ് തോന്നുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ താലം വെച്ചോളാൻ പറഞ്ഞു. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആര്? ഈ ബാബാജി, മഹാഗുരു ബാബാജി. ഇതാണ്. അത് 2 തവണ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ വിദ്യകൾ, പ്രാണായാമം അങ്ങനെയുള്ള രഹസ്യ യോഗവിദ്യകളാണ്, വളരെ അഡ്വാൻസ്ഡ് യോഗവിദ്യകളാണ്. ഇതൊന്നും പതഞ്ജലി യോഗസൂത്രയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വ്യക്തിപരമായി യോഗ പരമ്പരയിൽ കൂടി നേടിയെടുത്ത അതീവ രഹസ്യമായ കാര്യങ്ങൾ. സ്വാമിരാമയ്ക്ക് സ്വന്തമായിട്ട് പരകായ പ്രവേശനം നടത്താനുള്ള കഴിവുണ്ടായിരുന്നു. ബംഗാളി ബാബ ഇതിൻ്റെ ഉസ്താദായിരുന്നു, സ്വാമിരാമയുടെ ഗുരു. അങ്ങനെ ഇതെല്ലാം പഠിച്ചു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാമിരാമ വിളിച്ചു ഒരു ദിവസം. ബംഗാളി ബാബ പറഞ്ഞു, നമുക്ക് മറ്റേ ഗംഗാനദി വരെ ഒന്ന് പോകണം. അപ്പോൾ പറഞ്ഞു, എടാ നീ അവിടെ അതിലെ കുളിച്ച്. അപ്പോൾ ഗംഗാനദി ശവശരീരം പലതും ഒഴുകിട്ടു. അപ്പം അതിൽ നിന്ന് അവർക്ക് സെലക്ട് ചെയ്യുക ഏതിനാണ്. അത് യോഗിക്കറി ഏതാണ്. എടാ നീ ആ ശവശരീരം ഒന്ന് നീ അടുപ്പിക്കാൻ പറഞ്ഞു പറയണം. അപ്പോൾ സ്വാമിരാമ ചോദിച്ചാൽ അതിനാ ഗുരു ശവശരീരം അടുപ്പിക്കേണ്ട ആവശ്യം എന്നാ? അപ്പം ഇതിനോടകം പരകായ പ്രവേശനത്തിൻ്റെ രഹസ്യങ്ങൾ സ്വാമിരാമ പറഞ്ഞു. അത് സംബന്ധിച്ചുള്ള യോഗ അഭ്യാസങ്ങൾ തുടങ്ങണം. അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സ്വാമിരാമ. അപ്പോൾ സ്വാമിരാമയ്ക്ക് അന്നൊരു 23-24 വയസ്സായിരിക്കാം പ്രായം. അതിനുശേഷമാണ് മെന്നിങ്ങർ ഫൗണ്ടേഷനിൽ എക്സ്പെരിമെൻറ്റിന് പോയത്, അമേരിക്കയിലെ മെന്നിങ്ങർ ഫൗണ്ടേഷനിൽ. അപ്പോൾ സ്വാമിരാമൻ, എന്താ ഗുരു, എനിക്കിടെ 90 വയസ്സായി, ഈ ശരീരം കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇതിനകത്ത് കയറാമെന്ന് പറഞ്ഞ് ഏതായാലും ശിഷ്യയെ നിർബന്ധിച്ച് ശരീരം കൊണ്ടുവന്നു. ഈ പറയുന്ന ബംഗാളി ബാബ നിമിഷ നേരം കൊണ്ട് ഡിസപ്പിയർ ചെയ്യും, ഈ ശവശരീരം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ 22-23 വയസ്സായ സ്വാമിരാമയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. സഹിക്കാൻ പറ്റാതെ നിലവിളി തുടങ്ങി, എൻ്റെ സ്വാമിയെ തിരിച്ചു വരൂ, എനിക്ക് ശരീരത്തിലുള്ള സ്വാമിയെ വേണ്ട, എൻ്റെ ഗുരുവിനെ വേണ്ട, എനിക്ക് പഴയ ഗുരുവിനെ വേണമെന്നും പറഞ്ഞു. അപ്പോൾ അതൊരു പ്രശ്നമാണ്. കാരണം ഗുരുശിഷ്യ ബന്ധത്തിൽ അമ്മ മക്കളെക്കാളും ശക്തമായ ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധം. ശരി, നിനക്ക് അങ്ങനെയാണെന്നുള്ളത്. ഈ ബംഗാളി ബാബ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് തിരിച്ച് പഴയ കിളവനായിട്ട് കിടന്ന ആ ശരീരത്തിലേക്ക് വന്നു. ഇത് വളരെ അവിശ്വസനീയമായ ഒരു കാര്യമായിട്ട് നമുക്ക് ഇനീഷ്യലായിട്ട് തോന്നുമെങ്കിലും ഇത് ശങ്കരാചാര്യരുടെ ഈ വായിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു. പക്ഷേ അതിലൂടെ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്നും കേട്ടിട്ടുണ്ട്. അല്ല, അതിൽ ശങ്കരാചാര്യർക്ക് കർമ്മഫലം ഉണ്ടായി കാണും. പക്ഷെ മഹാഗുരു അല്ല അതെങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് കാണും. അത് കഴിഞ്ഞ് ഈ സ്വാമിരാമ അമേരിക്കയിലെ കൻസാസിൽ പരീക്ഷണത്തിന് വിധേയപ്പെട്ടു. സ്വാമിരാമയുടെയും ബംഗാളി ബാബയുടെയും ആഗ്രഹപ്രകാരം അങ്ങോട്ട് എഴുതി ചെല്ലുക. 1972 അങ്ങോട്ട് എഴുതുകയാണ് ചെയ്തത്. കാരണം അവർക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു യോഗശാസ്ത്രത്തിൻ്റെ മാഹാത്മ്യം ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ബിയോണ്ട് ബയോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ആലീസ് ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു ദമ്പതികളാണ് ആ സ്ഥാപനം നടന്നത്. വലിയ സ്ഥാപനമാണ് കൻസാസ്. മെന്നിങ്ങർ ഫൗണ്ടേഷൻ എന്ന് പറയും, സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊരു അതാണ് യോഗശാസ്ത്രമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ തൊട്ട് ഈ
ഡക്ക് ബൂയിഡ് എന്നാണ് പേര്, ബൂയി എന്നായിരിക്കും അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഒരു സെക്രട്ടറിയെ സ്വാമിരാമയ്ക്ക് നിയോഗിച്ചു. ആര്? എൽമാഗ്രീൻ ഒരു ഫിസിസിസ്റ്റാണ്, ടെക്നീഷ്യനും ഒക്കെയാണ്, എൻജിനീയറാണ്. വൈഫ് ഒരു വലിയ സൈക്കോളജിസ്റ്റാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസമുണ്ട്. അവരെഴുതിയ പുസ്തകമാണ് ബിയോണ്ട് ബയോ ഫീഡ്ബാക്ക്. ആർക്ക് വേണമെങ്കിലും വായിച്ച് നോക്കാം. 6000 രൂപ വിലയുണ്ട്. അത് അഫോർഡ് ചെയ്യാവുന്നതുകൊണ്ട് വായിച്ച് നോക്കുക. ഞാനിതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കും. അവിടെ ചെന്നപ്പോഴത്തേക്കും സ്വാമിരാമയുടെ നിത്യചര്യകൾ മുഴുവൻ ഇയാളുടെ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചു വെക്കുക. സ്വാമിരാമ അറിയാതെ. പക്ഷെ സ്വാമിരാമയ്ക്ക് അറിയാമായിരുന്നായിരിക്കും, വി ഡോണ്ട് നോ. അവസാനം ഇയാളൊരു പുസ്തകം എഴുതി സ്വാമിരാമയെക്കുറിച്ച്, ഡക്ക് ബൂയിഡിൻ്റെ പുസ്തകം. അത് ഇതിനകത്ത് കാണും, ഞാൻ ആ പേരങ്ങ് വിട്ടുപോയി. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്നുള്ളത് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ എഴുതി. അങ്ങനെ വിവിധ സോഴ്സിൽ കൂടിയാണ് എനിക്ക് ഈ പരകായ പ്രവേശത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത്. അത് പ്രായോഗിക അറിവല്ല, വായിച്ചുള്ള അറിവ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ജീസസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. നമുക്കറിയാം ജീസസ് 24 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ ഒരു പിറ്റേ ദിവസം മൂന്നാം ദിവസമാണ് ജീസസ് ക്രൈസ്റ്റ് ഭൗതിക ശരീരം വിട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആത്മീയ ശരീരമായിരുന്നു. അതെ, അത് പലരും ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. അതൊരു ബൈബിൾ കഥയാണെന്ന് മാത്രമാണ് നമ്മൾ ഇതുവരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജീസസ് ക്രൈസ്റ്റിനും ഇത്തരത്തിലുള്ള ഭൗതിക ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ആത്മീയ ശരീരം നിർമ്മിച്ചെടുക്കുന്നതിനുള്ള യോഗശക്തി ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് ഇത് വരുന്നത്. ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിന്റെ യാത്രയുടെ ഭാഗമായി ബാബാജിയുടെ ശിഷ്യപ്പെട്ടിരുന്നു. നാഥ് യോഗിയായിരുന്നു ജീസസ് ക്രൈസ്റ്റ്. കാശ്മീരിൽ വന്നിരുന്നു. ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിതത്തിൽ അതിനൊരു സമഗ്രമായ ഗവേഷണ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്ന ഒരു വലിയ റിസർച്ചും കൂടിയാണ് എഴുതിയത്. ജീസസ് ലിവ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അവിടെ ജീസസ് എന്നതിൻ്റെതായ രേഖകൾ പലതുമുണ്ട്. ഇതൊന്നുമല്ലാതെ ബുദ്ധവികാരത്തിൽ, അതായത് തിബറ്റിലെ ബുദ്ധവികാരത്തിൽ അവിടുത്തെ ബുദ്ധയോഗികളുടെ അടുക്കൽ, ബുദ്ധ സന്യാസിമാരുടെ അടുക്കൽ ജീസസ് വിസിറ്റ് ചെയ്യുന്ന റെക്കോർഡുണ്ട്. അല്ല, മാത്രമല്ല ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു കാലഘട്ടം, ജീവിതത്തിന്റെ ഒരു കാലഘട്ടം എന്തായിരുന്നു എന്ന് ഈ പറയപ്പെടുന്ന എങ്ങും രേഖപ്പെടുത്തിയില്ല. എനിക്ക് തോന്നുന്നു സാധാരണ ബൈബിൾ സുവിശേഷത്തിലൊന്നും ഇതില്ല. ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് പോലും ഒരു പ്രായം തൊട്ട് അദ്ദേഹത്തിന്റെ ആ പ്രവാചക കാലഘട്ടം വരെയുള്ള ജീവിതം എവിടെയായിരുന്നു എന്നതിനെ കുറിച്ച് അറിയില്ല. അവരിങ്ങനെ ഒരു ഗവേഷണ അടിസ്ഥാനത്തിലല്ല, അവർക്ക് ചെറിയ നിബന്ധനകളാണ് എങ്ങനെ ജീവിക്കണം, മരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ജീസസിൻ്റെ ഒരു ബാല്യകാലമോ അതിനുശേഷം ജീസസിൻ്റെ ഡിസപ്പിയറിനെ കുറിച്ചൊന്നും അവർക്കറിയില്ല. അവർ ഗവേഷണ അടിസ്ഥാനപ്പെട്ടു. അത് പിന്നെ വന്നത് മുഴുവൻ ഇന്ത്യൻ യോഗ സമ്പ്രദായത്തിലാണ്. നാഥ് യോഗിയായിരുന്നു ജീസസിൻ്റെ ഗുരു എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധനായ മഹാനാഥ് യോഗിയായിരുന്നു. അവർ വഴിയാണ് ഈ പറയുന്ന യോഗവിദ്യകൾ ഹിമാലയത്തിലെ യോഗികൾക്ക്, എല്ലാ യോഗികളൊന്നും ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന അപൂർവം ചില ഗുരുകുലങ്ങളുണ്ട്, അവിടെയാണിത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേറൊരു കാര്യം ഞാൻ പറയാം. പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥ, അതിൻ്റെ പേര് ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി. 65 ലക്ഷം പുസ്തകമാണ് ഇതിനോട് വിറ്റുപോയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വായനക്കാർ എത്രയാണെന്ന് കൂട്ടിക്കും. പാശ്ചാത്യ ലോകത്തെ ഇളക്കി മറിച്ചൊരു പുസ്തകമാണ്. വിവേകാനന്ദൻ്റെ സന്ദർശനത്തിന് ശേഷം വിവേകാനന്ദൻ്റെ പുസ്തകങ്ങളുണ്ട്, അത് വളരെ ഫേമസ് ആണ്. അതിനുശേഷം പാശ്ചാത്യ ലോകത്തെ പാശ്ചാത്യർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവുകൾ മുഴുവൻ വന്നത് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി. 43-ാം ചാപ്റ്ററിൽ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് ഒറീസയിലെ പുരിയിൽ പരമഹംസ യോഗാനന്ദയുടെ ഗുരു യുക്തേശ്വർ സമാധിയടഞ്ഞ ഗുരുവിനെ അവർ സംസ്കരിക്കുന്നത് ഈ യോഗ വിദ്യ പ്രത്യേക രീതിയിൽ ഇരുത്തിക്കൊണ്ട് ഉപ്പ് ഇങ്ങനെയുള്ള കുറേ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഇരുത്തുകയാണല്ലോ ചെയ്യുന്നത്. ഈ പരമഹംസ യോഗാനന്ദ ബോംബെയിലെ റിജൻ ഹോട്ടലിൽ താമസിക്കുമ്പോഴത്തേക്കും ധ്യാനത്തിലായിരുന്നു. പെട്ടെന്ന് യുക്തേശ്വർ പ്രത്യക്ഷപ്പെടുകയാണ് ആ മുറിയിൽ. കണ്ണു തുറന്ന് നോക്കുമ്പോൾ യുക്തേശ്വറിനോട് പറയുകയാണ്, ഗുരു, പുരിയിൽ അടക്കം ചെയ്ത എൻ്റെ മഹാഗുരു, എൻ്റെ ഗുരു യുക്തേശ്വർ സ്വാമികളാണോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? അതോ ഇത് മായക്കാഴ്ച എനിക്ക് തരികയാണോ? അല്ലടാ, നിൻ്റെ ഗുരു തന്നെയാണ് ഞാൻ.
നീ എന്നെ പിടിച്ചു നോക്കാൻ പറഞ്ഞ് കൈ കൊടുത്തു. സോളിഡ് ബോഡി. വേറൊരു കാര്യമുള്ള ആത്മീയ ശരീരം ഭൗതിക ശരീരമായിട്ട് മാറിക്കഴിയുമ്പോൾ, ഭൗതിക ലോകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തേ അത് സോളിഡ് ബോഡി ആയിട്ട് മാറുക ചെയ്യും. ഓക്കെ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എക്സ്റ്റേണൽ അപ്പിയറൻസ്. ഈ പരമഹംസ യോഗാനന്ദ വളരെ വിഷമിച്ച് ചോദിച്ചു, യോഗി അങ്ങനെ സ്വാമി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെക്കൊണ്ട് എന്തിന് ശിഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചു? ഞങ്ങളെ എന്തിനാണ് ഹിമാലയത്തിലേക്ക് പറഞ്ഞു വിട്ടത്? അങ്ങ് ഇതുപോലെ ശരീരം പേര് തിരിച്ചു വരാനായിരുന്നെന്ന് പറഞ്ഞ് വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് യുക്തേശ്വർ പറയുന്നത്, യോഗ നമ്മുടെ യോഗ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ ആസ്ട്രൽ തലങ്ങളിൽ ഭുവർ മഹർ സ്വർലോകങ്ങളിൽ മറ്റാത്മാക്കളെ ഹെൽപ്പ് ചെയ്ത് അന്യലോകങ്ങളിലേക്ക് കടത്തിവിടാനുള്ള ജോലിയിലാണ് ഞാൻ. യുക്തേശ്വരൻ്റെ പുസ്തകമുണ്ട് നമുക്ക്. ഇത് വേറൊരു സംഭവമാണ് പരകായ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അങ്ങ് ഇപ്പോൾ ചോദിച്ച ശങ്കരാചാര്യരുടെ കഥ മനസ്സിലാക്കണമെന്നുള്ള ഈ വഴികളിൽ കൂടിയാണ് യാത്ര ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് ഈ ആത്മാവും പുനർജന്മവും ആധുനിക ശാസ്ത്രദൃഷ്ടിയിൽ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു പോരുന്നുണ്ട്. അങ്ങേതായിട്ടുള്ള 2 പുസ്തകങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത്, നിങ്ങളുടെ രഹസ്യം, എൻ്റെ. ഇത് രണ്ടും അങ്ങനെ സ്വന്തം പബ്ലിക്കേഷൻസ്. അതെ അതെ, ഇത് രണ്ടിനും ആദ്യത്തേന് അവാർഡ് കിട്ടിയതാണ്. അതെ, കേശവൻ നായർ മെമ്മോറിയൽ അവാർഡ് 2024 കിട്ടിയതാണ്. രണ്ടാമത്തെ അവാർഡിന് അർഹമായ പുസ്തകമാണ്. പക്ഷേ ഒരു വോളിയത്തിലാണ് പ്രധാനമായിട്ടും തന്നിരിക്കുന്നത്. പക്ഷേ അത് രണ്ടും ഒന്നിച്ച് കാണണം, ആ രീതിയിലാണ്. എനിക്ക് തോന്നുന്നത് ഈ ഇന്റർവ്യൂ കേൾക്കുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ 2 പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ വീഡിയോയ്ക്കൊപ്പം ചേർക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ പുസ്തകങ്ങൾ ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കും. ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ. ഇതിൻ്റെ വില 2ൻ്റെയും 400 രൂപ വീതമാണ്. അലക്സാണ്ടർ ജേക്കബ് സാറൊക്കെയാണ് ഇതിൻ്റെ അവതാരികയൊക്കെ എഴുതി. അതിൽ ഡോക്ടർ ഗിരിജാവല്ലഭൻ ഫിസിസിസ്റ്റ് ഉണ്ട്. പിന്നെ അല്ലാതെ മറ്റു പലരും ഇതിൻ്റെ ഫോർവേഡ് എഴുതി. ഓക്കെ. അപ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശങ്കകളുള്ളവർക്കും ആശങ്കകൾക്കുള്ളവർക്കും ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്കും വായിക്കാൻ, അല്ല വിശ്വസിക്കാത്തവർക്കും വായിക്കാം. ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തവർ ഇതൊന്ന് വായിച്ചതിന് ശേഷം ഇതിന്മേൽ സംവാദങ്ങളാകാമെങ്കിൽ ആ സംവാദങ്ങൾക്കുള്ള അവസരവും ഞങ്ങൾ ഒരുക്കാം. 130 റെഫറൻസസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആ റെഫറൻസും കൂടെ നിങ്ങളൊന്ന് കണക്കിലെടുക്കും. അല്ല, ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, ഈ പുസ്തകം വാങ്ങി വായിച്ചിട്ട് ഇതിനെതിരെ നിങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ടെങ്കിൽ എതിരെ അനുകൂലിച്ചുള്ളവരല്ല, എതിരെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ എതിർപ്പുകൾ മുഖാമുഖം സംസാരിക്കാനുള്ള അവസരവും തീർച്ചയായിട്ടും നമുക്ക് ഒരുക്കാം. തീർച്ചയായിട്ടും. പക്ഷേ ചാടിക്കറി വർത്താനം ഞാൻ നേരത്തെ ഒരു പ്രീ കണ്ടീഷൻ പോലെ പറയില്ല, ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടിട്ടൊരു മറുപടി ആയിരിക്കും ഉചിതം. അതെ. അല്ല, അടിച്ചു തോൽപ്പിക്കാനോ അടിച്ചിരുത്താനോ വേണ്ടിയുള്ള ചോദ്യങ്ങളല്ല, അതിലുണ്ടാകുന്ന സംശയങ്ങളും മറ്റു കാര്യങ്ങളും. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ വാദിച്ചു ജയിക്കാനും സ്ഥാപിക്കാനും വേണ്ടിയിട്ടല്ല, മറിച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നാം ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഗുരു ഒരു തവണ പറയുന്നുണ്ട്. അങ്ങനെയാണ് അതിനകത്തെ കാര്യം. എനിക്കൊരു സംശയം, നമ്മളിപ്പോൾ പരകായ പ്രവേശം, പുനർജന്മം ഇതൊക്കെ സംസാരിച്ചു പോകുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ, മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങി ഇങ്ങോട്ടുള്ള ഈ ദശാവതാരങ്ങളെ ഏത് ഗണത്തിലാണ് പെടുത്താൻ കഴിയുക? പൂർവ്വജന്മമാണോ, അതോ അങ്ങ് ഈ പറയപ്പെടുന്ന ആത്മാവ് എന്ന ചൈതന്യം ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് യാത്ര ചെയ്തതാണ്? ഞാൻ വേണമെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ, ആ ചൈതന്യത്തിന് മഹാവിഷ്ണു എന്ന് പേര് നൽകിയാൽ ആ ചൈതന്യം 10 ശരീരങ്ങളിലൂടെ വിഷ്ണു സഹസ്രനാമമൊക്കെ ഉണ്ടല്ലോ, വീട്ടിലെല്ലാവരും ഒക്കെ ഒന്നും ചെല്ലുന്നതാണ്. എൻ്റെ ഉത്തരം ശാസ്ത്രീയമായ ഒരു സമീപനമാണ്. അതാണ് എനിക്ക് വേണ്ടത്. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, തികച്ചും അങ്ങോട്ട് ഭൗതികവാദ ശാസ്ത്രീയമല്ല, പാരാസൈക്കോളജിയാണ്. പക്ഷേ അതിനകത്തൊരു ലോജിക്കൽ അപ്രോച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിൽ ഫിസിക്സിലൊരു പരീക്ഷണം നടന്നു. അതാണ് ഡബിൾ സ്ലിറ്റ് പരീക്ഷണം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പരീക്ഷണങ്ങളൊന്നാണ്. ആ പരീക്ഷണങ്ങളിൽ വെളിപ്പെട്ടത് സകല വസ്തുക്കളിലും ഒരു ചൈതന്യം എന്ന് പറയുന്ന പോലെ, ബോധം അല്ലെങ്കിൽ ബോധാംശം എന്ന് പറയുന്ന പോലെ ഒരു സാധനം, കോൺഷ്യസ്നെസ് എന്നാണ് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊക്കെ കോൺഷ്യസ്നെസ് ഉണ്ട്. എന്താണ്? നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇന്ന പേര് ഞാൻ അതല്ല, അതിനപ്പുറം ഒരു ചൈതന്യം എന്നുള്ള പദമാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ, ഡബിൾ സ്ലിറ്റ് പരീക്ഷണം നടന്നു, പിന്നെ ഡിലേഡ് ചോയ്സ് എക്സ്പെരിമെൻറ്റ്സ് നടന്നു, 1972 മറ്റു പരീക്ഷണങ്ങൾ നടന്നു, 1990 പരീക്ഷണം നടന്നു, അലനാസ്പെക്റ്റിൻ്റെ, അങ്ങനെ ഫിസിക്സിൽ പരമ്പരകളായ പരീക്ഷണം നടത്തി. അങ്ങനെ നടത്തിയതിന് ശേഷം ഫിസിസിസ്റ്റിൻ്റെ ഇടയിൽ തർക്കമുണ്ടായി. അതായത്
അതിൽ വേവ് കൊളാപ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഒരു കാര്യം സഫലീകരിക്കപ്പെടുന്നത് ഈ വേവ് കൊളാപ്സ് ചെയ്യുമ്പോഴാണെന്നുള്ളതാണ്.